നമുക്ക് മനോഹരമായ ഒരു വേദഭാഗമാണ് വായിച്ചത്. ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായിട്ടുള്ള അന്നത്തെ ഏഷ്യ മൈനറിൽ ഒരു സിറ്റി ഉണ്ടായിരുന്നു. കൊലോസി എന്നാണ് അതിൻ്റെ പേര്. മലയാളത്തിൽ കൊലോസ്യ എന്ന് പറയുന്നു. ഇത് ഒരു ഗ്രീക്ക് റോമൻ മിക്സഡ് കോളനിയാണ്. ഗ്രീക്ക് റോമൻ കോളനിയിൽ കുറേ ജൂത സാന്നിധ്യമുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അന്നത്തെ പ്രമുഖരായ 3 സംസ്കാരങ്ങളുടെ പ്രതിനിധികളായ മനുഷ്യർ അവിടെ പാർത്തു. റോമക്കാരൻ, ഗ്രീക്കാരൻ, യഹൂദൻ. 3 കൂട്ടർക്കും 3 സംസ്കാരം. എപ്പോഴും താമസിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം എല്ലാ മനുഷ്യരും ഉള്ളതാകുന്ന നല്ലതല്ലേ? എല്ലാ മനുഷ്യരും അവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും നിരീശ്വരനും ഒക്കെ വേണം. ഇന്ത്യ അങ്ങനെ തന്നെ നിൽക്കണം അവിടെ അല്ലേ? മനസ്സിലായില്ലേ? അല്ല, നമ്മുടെ ലക്ഷ്യം ഇന്ത്യ ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ വിശ്വാസികൾ മാത്രം ഭരിക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല. എന്നോടൊരാൾ സ്റ്റേജ് കുലുങ്ങുന്ന പോലെ ഫീലിങ്. ഞാനോർത്തന്നെ എനിക്ക് ഒന്നാമത് ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരാളാണ്. എവിടെ നിന്നാണ് പ്രതികൂലം വരുന്നതെന്ന് നമ്മൾ നോക്കി നിൽക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഞാനൊരു സമഗ്രമായ ഗ്രാഹ്യത്തിലായി പ്രസംഗിക്കുന്നത്. എന്നെ കുറിപ്പും നോട്ടൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ സംസാരിക്കുകയോ എന്തെങ്കിലും ഇടർച്ച വന്നു പോയാൽ ഏകാഗ്രത പോവും. അതിനാണ് ഇങ്ങനെ പറയുന്നത്. കേട്ടിരിക്കണേ, ശ്രദ്ധിച്ചിരിക്കണം. സ്തോത്രം. അതിനർത്ഥം ഇപ്പോൾ പെട്ടെന്നൊരാൾക്ക് യോഗത്തിൽ നിന്ന് പുറത്തോട്ട് പോകണേ അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ചിലർ യോഗം വിട്ടു പോകുന്ന കണ്ട, ഇടയ്ക്കൊന്ന് ഇറങ്ങി പോകുന്ന കണ്ടാൽ ഈ കാള പാത്രക്കടയിൽ കയറിയിട്ട് കുപ്പി ഗ്ലാസ് നോക്കി എടുത്ത് കാള കയറി വരണ്ട് കയറിയിട്ട് ഇറങ്ങി വന്നാൽ എങ്ങനെ ഇരിക്കും? ഇതുപോലെ യോഗത്തിൽ നിന്ന് പോകല്ലേ? മനസ്സിലായില്ലേ? കാള വരണ്ടിട്ട് മൺകലമൊക്കെ വെച്ചേക്കുന്ന സ്ഥലത്ത് കൂടി കയറി തിരിച്ചിറങ്ങിയാൽ ആ കട എങ്ങനെ ഇരിക്കും? ഇതുപോലെ പോവില്ല. അതേ ഉള്ളൂ. ഒന്ന് ശാന്തമായിട്ട്. സന്തോഷമാണോ? ഇനി വേറൊരു ഉദാഹരണം പറയാം. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മിലേക്ക് ആത്മാവ് വരുമ്പം നാട്ടുകാരെല്ലാം അറിയും. ആത്മാവ് പോയാൽ ആരും അറിയത്തില്ല. നമ്മൾ മാത്രമേ അറിയത്തുള്ളൂ. ആരും അറിയല്ല. പിശാച് നേരെ തിരിച്ചാണ്. പിശാച് വരുന്ന ആരും അറിയത്തില്ല, പോകുന്ന എല്ലാവരും അറിയും. ഭയങ്കര ബഹളമാണ്. എപ്പോഴാണ് വന്ന് കയറിയെന്നൊരു പിടിയില്ല. പോകുന്ന എല്ലാവരും അറിയും അല്ലേ? നേരെ ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് നമ്മൾ ശാന്തരായിട്ട് പോകാനുള്ളൂ. ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ കൊലോസി എന്നറിയപ്പെടുന്ന ഈ പട്ടണത്തിൽ 3 തരം ആളുകളുണ്ടായിരുന്നു. ഒരു കൂട്ടർ ഗ്രീക്കുകാരാണ്, ഒരു കൂട്ടർ റോമക്കാരാണ്, ഒരു കൂട്ടർ യഹൂദരാണ്. ആ 3 കൂട്ടർക്കും അക്കാലഘട്ടത്തിലെ ചില സാംസ്കാരിക വൈശിഷ്ട്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ഒന്നാമത്, ഈ ഗ്രീക്കുകാരെ എടുക്കാം. ഒരു വലിയ ചിന്തകന്മാരാണ്, ഫിലോസഫേഴ്സാണ്. അഗാധമായ വിധത്തിൽ വസ്തുതകളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരാണ്, തത്വചിന്തകർ. ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു. പ്രാചീന ഇന്ത്യയിലൊക്കെ നല്ല തത്വചിന്തകന്മാരുടെ സ്ഥലമായിരുന്നു. ആ തത്വചിന്തയോടൊപ്പം ഗണിതം അവർക്ക് പ്രിയപ്പെട്ട വിഷയമായിരുന്നു. ഗണിതം, മാത്തമാറ്റിക്സ്. ഓക്കെ, മാത്സ് വളരെ നല്ലൊരു സബ്ജക്റ്റാണ്. മാത്സ് അറിയാത്തൊരു സ്വർഗത്തിൽ പോയിട്ട് പോലും കാര്യമില്ല. കാരണം അവിടെയും ഗണിതമുണ്ട്, ബാക്കിയൊന്നുമില്ല. അവിടെ മുഴുവൻ കണക്കാണ്. പിന്നെ അന്ന് ദൈവം തരുന്നൊരു ജ്ഞാനം കൊണ്ട് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പോട്ടെ. അപ്പോൾ ഗണിതം സുപ്രധാനമാണ്. അവിടെ ഇട്ട് ചെന്ന് നോക്ക്, അവിടെ എല്ലാം കണക്കാണ്. പുതിയ യെരൂശലേമിൻ്റെ കണക്ക് എല്ലാം കണക്കാണ്. ഇങ്ങോട്ട് നോക്കിയാൽ അപ്പോൾ ഗണിതം, തത്വചിന്ത, നാടകം, കവിത, ഇതിലെല്ലാം നല്ല പ്രഗത്ഭ മനുഷ്യരായിരുന്നു ഗ്രീക്കുകാർ. അവരാണ് നമുക്ക് ഈ പൈആർ സ്ക്വയർഡും 2πr ഒക്കെ തന്ന കക്ഷികളാണ്. മെഡിക്കൽ ഏരിയ ജോലി ചെയ്യുന്ന സഹോദരിമാരും സഹോദരന്മാരും ഉണ്ടല്ലോ, ഡോക്ടർമാരും നഴ്സസും. നിങ്ങൾ പറയുന്നത് 90% കാര്യം ബൈബിളിലെയാണ്. ഗ്രീക്ക് ഒഫ്താൽമോളജിസ്റ്റിനെ കാണാൻ പോയി. കണ്ണിനെ ഒഫ്താൽമോസ് എന്ന് പറഞ്ഞാൽ കണ്ണ്. ബൈബിളിലുണ്ട് അങ്ങനെ. ഞാൻ നിൻ്റെ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും അറിയുന്ന ദൈവം. ഗ്രീക്കിലടക്കം എനിക്ക് എൻ്റെ കാർഡിയയും നെഫ്രോണും അറിയാം. ഇതൊക്കെ ബൈബിളിലുള്ള സംഗതിയാണ് നിങ്ങൾ പഠിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഗ്രീക്കുകാർ ആരോഗ്യശാസ്ത്രപരമായി, അതുപോലെ തന്നെ ഗണിത ചിന്താപരമായി ഒക്കെ വലിയ ഗ്രാഹ്യമുള്ളവരാണ്. പ്രസിദ്ധനായ അരിസ്റ്റോട്ടിൽ ഒരു ഡോക്ടർ കൂടിയായിരുന്നു. അക്കാലഘട്ടത്തിൽ തന്നെ പ്രമുഖനായൊരു ഡോക്ടറാണ്. യേശുവിന് ശേഷം ഒരു 100 കൊല്ലം കഴിഞ്ഞുണ്ടാകുന്ന ഗാലൻ എന്നൊരാൾ. ഇങ്ങനെ നിരവധി പേരുള്ള ഒരു വലിയ ചരിത്ര പിൻബലമുള്ള സ്ഥലമാണ് ഗ്രീക്ക്. ഇനി റോമക്കാരുണ്ട്. ഇവർ നിയമജ്ഞരാണ്. കടുകട്ടി നിയമം പാലിച്ച് റോമിൽ ജീവിക്കാൻ പറ്റും.
നിയമം കർശനമാണ്, കർശന നിയമം. അതിനാ ഇരുവായ്ത്തല മൂർച്ചയുള്ള വാള് എന്നൊക്കെ പറയുന്നത് പോലും റോമിലെ നിയമത്തിൻ്റെ കാർക്കശ്യതയാണ്. കൃത്യം അത് പാലിക്കണം. പാലിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മുടെ കാരാഗൃഹ പ്രമാണി രണ്ടുപേര് തടവ് ചാടിപ്പോയി എന്നറിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? കാരണം ഇവനെ പിടിച്ചകത്തിടും, അപ്പീലൊന്നുമില്ല, നിൻ്റെ ജോലിയാ അത്, നീ ഇവരെ കാത്തേ പറ്റൂ, അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് നിനക്കെതിരെ. ഇത്തരം കട്ടിയുള്ള, ഇന്നും കോടതി ഭാഷ ലാറ്റിനാണ്. വക്കീലന്മാരെ കണ്ടറിയാൻ ചോദിച്ചു നോക്ക്. ഹേബിയസ് കോർപ്പസ് ഇതൊക്കെ ലാറ്റിൻ പദമാണ്, അല്ലെ റോമക്കാരൻ്റെ ഭാഷയാണ്. കോർട്ടിൽ കോ വാറണ്ടം, ജുഡീഷ്യറി, ഈ പദമെല്ലാം ഇന്നത്തെ കോടതി പോലും ലാറ്റിൻ കോടതിയുടെ ചുവട് പിടിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇനി ജൂതന്മാരെ സംബന്ധിച്ചോ, അവർ ദൈവവിഷയം സംബന്ധമായി അഗാധമായ വെളിപ്പാടുകളുടെ പാരമ്പര്യമുള്ളൊരു സമൂഹമാണ്. അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ, ദാവീദിൻ്റെ ഒക്കെ പിന്മുറക്കാരാണ്. ഈ മൂന്ന് കൂട്ടം ആളുകളും സെറ്റിൽ ചെയ്യുന്ന, മൂന്ന് കൂട്ടം ആളുകളും ഒത്തുകൂടുന്ന ഒരു സെറ്റിൽമെൻ്റ് ആയിരുന്നു കൊലോസ്യ. മൂന്ന് തരം മനുഷ്യരവിടെയുണ്ട്. സംസ്കാരങ്ങളുടെ കൊടുക്കവാങ്ങലുകളുടെ ഒരു സ്ഥലം. നിനക്കറിയണ്ടേ, ഈ സ്ഥലത്തിൻ്റെ പരിസരം വരെയെല്ലാം നമ്മുടെ പൗലോസ് പോയിട്ടുണ്ട്. ലവോദിക്കയിൽ, ഹീറപ്പൊലിസിൽ, എഫസോസിൽ, ഒരു 120 മൈലിൻ്റെ ചുറ്റളവിലൊക്കെ പൗലോസ് യാത്ര ചെയ്തിട്ടുണ്ട്. ആ യാത്രാ വിവരണം അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. ആ യാത്രാ വിവരണങ്ങളിൽ നിങ്ങൾ പഠിച്ചാൽ 3 പ്രബല യാത്രകൾ, മിഷണറി യാത്രകൾ പൗലോസ് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പരിസരങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ പൗലോസ് ഈ സ്ഥലത്ത് മാത്രം പോയിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തി ആദിയോടന്തം പഠിച്ചാൽ കൊലോസ്യ പട്ടണത്തെ പറ്റി ഒരു പരാമർശവുമില്ല. പൗലോസ് അവിടെ പോയിട്ടില്ല, ഈ ലേഖനം എഴുതുന്നവരെ പോയിട്ടില്ല, അവിടെയുള്ള മനുഷ്യരെ കണ്ടിട്ടില്ല. ആ സ്ഥലത്തെക്കുറിച്ച് പഠിച്ചുള്ള അറിവിനപ്പുറത്തേക്ക് ഗ്രാഹ്യമില്ല. ഈ സ്ഥലത്ത് കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഒരു സമൂഹത്തെപ്പറ്റി പൗലോസ് നടത്തുന്ന നിരീക്ഷണങ്ങളാണ് ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം. അപ്പോൾ പൗലോസ് പോകാത്ത, മിഷണറി യാത്രാമധ്യയെ പരാമർശിക്കാത്ത കൊലോസ്യ സഭയെക്കുറിച്ചുള്ള പൗലോസിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ അനുഭവവും എങ്ങനെയാണ് പങ്കിടുന്നറിയണ്ടേ? അനുഭവം പറയാം. ഈ ചർച്ച് സ്ഥാപിക്കുന്നത് പൗലോസിൻ്റെ സഹപ്രവർത്തകനായ, സന്തത സഹചാരിയായ എപ്പഫ്രാസ് എന്നൊരു മനുഷ്യനാണ്. 1:9 എപ്പഫ്രാസിനെ കാണുന്നു. എപ്പഫ്രാസാണ് ഇവിടെ സുവിശേഷം പറഞ്ഞത്. തനിക്ക് കിട്ടിയ ആ സുവിശേഷത്തിൻ്റെ വെളിച്ചം എപ്പഫ്രാസ് ഇവിടെ പ്രചരിപ്പിച്ചു. തനിക്ക് കിട്ടിയ ആലോചനകൾ അവിടെ പ്രചരിപ്പിച്ചു. അവിടെ ജൂതന്മാരിൽ നിന്ന്, റോമാക്കാരിൽ നിന്ന്, ഗ്രീക്കുകാരിൽ നിന്ന് ഉള്ള ഒരു ജനത ഒത്തുകൂടുന്ന ഒരു സഭ രൂപപ്പെട്ടു. ആ സഭ ശക്തിപ്പെട്ടു. ആ സഭ ശക്തിപ്പെട്ടപ്പോൾ അവിടെ ഉടലെടുത്ത ഒരു ചെറിയ പ്രശ്നം ഞാൻ നിങ്ങളോട് പറയാം. അത് നമ്മുടെയൊക്കെ ചർച്ചിലെ പ്രശ്നം, ചിലപ്പോഴൊക്കെ ചെറിയ പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ചർച്ചിലുണ്ടാകുമ്പോൾ ചില ആളുകൾ എന്താ ചെയ്യുന്നത്, പരിഹരിക്കാതെ അവിടുന്ന് അടുത്ത ചർച്ചിലേക്ക് ഓടും. അപ്പോൾ അങ്ങനെ പോകുന്നവരോടൊന്നും എനിക്കൊരു എതിരില്ല, അങ്ങനെ പോകണം. പക്ഷെ ഓരോ ഉറപ്പ് തരണം, ആ പോകുന്നിടത്തൊരു പ്രശ്നം ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കണം ആദ്യം. നടക്കുമോ അത്? സഹോദര, മനുഷ്യൻ കൂടുന്നിടത്തൊക്കെ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ചർച്ചിലൊക്കെ ഈ അഭിപ്രായം പറയുന്ന ആളുകൾ ആ ചർച്ചിനെ സ്നേഹിച്ചുകൊണ്ട് അഭിപ്രായം പറയുന്നത്. ചർച്ചയെ നശിപ്പിക്കുന്ന ആരാന്നറിയോ? ഈ കമ്മിറ്റിയിൽ ഒരുത്തൻ മിണ്ടാതിരിക്കും, അവനാ ഉള്ളി. അവൻ അവിടെ മിണ്ടാതിരുന്നിട്ട് പുറത്തിറങ്ങി, അതാ പക്ഷേ അവിടെ നിന്ന് ഉഴുന്നോടെ തന്നൊരു ആത്മീയനെ പോലെ വെറുതെ ഇരിക്കുകയാണ്. ഒരക്ഷരവും മിണ്ടില്ല. പറയേണ്ട അഭിപ്രായം പറയണ്ടേ? മര്യാദയുടെ ഭാഷയിൽ മാന്യമായിട്ട് അഭിപ്രായം പറയണം. അതിനാ ഇങ്ങനെ തിരഞ്ഞെടുത്തേ, അതിനാ കമ്മിറ്റി പോയിരിക്കുന്നത്. മിണ്ടാതിരുന്നിട്ട് ആത്മീയനായി നടിച്ചിട്ട് പുറത്തിറങ്ങി അനാത്മീയത കാണിക്കുന്ന മനുഷ്യരുണ്ട്. പക്ഷേ മനുഷ്യൻ കൂടുന്നിടത്തൊക്കെ അത്യാവശ്യം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് പരിഹരിച്ചു പോകണമെന്ന്. അങ്ങനെയാണ്, അത് പരിഹരിച്ച് അവിടെ നിൽക്കണം. അത് പരിഹരിച്ചു പോകുന്നതാണ്. പ്രശ്നമില്ലാത്ത ഇടം തേടി 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 പോകരുത്. അങ്ങനൊരു സഭയെ ഇല്ല ലോകത്ത്. മനുഷ്യൻ കൂടുന്നിടത്തൊക്കെ പ്രശ്നമുണ്ട്. സ്തോത്രം. അപ്പോഴേ ഇവിടുത്തെ പ്രശ്നം നമ്മളാരും നേരിടുന്ന പോലെയുള്ള പ്രശ്നമല്ല, വളരെ വളരെ ഗൗരവമുള്ളൊരു പ്രശ്നം. അവിടെ ഈ ചർച്ചിൽ നല്ല ചിന്തകന്മാരായ, അല്ല അറിവുള്ള കുറേ പേര് ആ ചർച്ചിലുണ്ടായിരുന്നു. അല്ലെ അവരവിടെ വിശ്വാസത്തിൽ വന്നു. എപ്പഫ്രാസ് പ്രസംഗിച്ച സുവിശേഷം കേട്ട് ഗ്രീക്കു തത്വചിന്തയിൽ അവഗാഹമുള്ള കുറേ അധികം മനുഷ്യർ അവർക്കിടയിൽ വന്നു. അവർ കണ്ടിട്ടില്ലാത്ത, എപ്പഫ്രാസിലൂടെ കേട്ടു മാത്രം മനസ്സിലാക്കിയ സുവിശേഷത്തിന് അവർ അവരുടെ ചില ഭാഷ്യം കൊടുത്തു, ചില വ്യാഖ്യാനം കൊടുത്തു. എന്താണെന്നറിയണ്ടേ? അവർ പറയാൻ തുടങ്ങി,
ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. തർക്കമൊന്നും നമുക്കില്ല. ദൈവം ആത്യന്തികനാണ്, പരമാധികാരിയാണ്, സകലത്തിൻ്റെയും കാരണഭൂതനാണ്. അതിലും തർക്കമാർക്കുമില്ല. ബൈബിൾ അത് സ്ഥിരീകരിക്കുന്നു, ബൈബിൾ അത് ഉറപ്പിക്കുന്നു. പിന്നെ എന്താ പ്രശ്നം? ആ ദൈവത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച്, നീതിബോധത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞിട്ട് മറ്റൊന്നുകൂടി അവർ പറഞ്ഞു. ഒരു നല്ല ദൈവത്തിന് ശരീരമെടുക്കാൻ സാധിക്കില്ല. കാരണം ശരീരം വളരെ മോശപ്പെട്ടൊരു ഘടകമാണ് നമ്മുടേത്. ഞാൻ പറയാൻ കാരണമുണ്ട്. മനുഷ്യനിൽ ദേഹം, ദേഹി, ആത്മാവെന്നിങ്ങനെ 3 ഘടകങ്ങളുണ്ട്. ഈ ദേഹി എന്ന മലയാള പദത്തെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പാട്ടിൽ പോലും ഉണ്ട്, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും. ദേഹിക്ക് ക്ഷയിക്കാനാവില്ല, നാളെ തിരുത്തി പാടിക്കണം. ദേഹം ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും ദേഹമേ ക്ഷീണിക്കൂ, ദേഹി ക്ഷീണിക്കില്ല. കാരണം ദേഹി എന്താണെന്നറിയണ്ടേ? ചിന്ത, ബുദ്ധി, നിരൂപണം, വികാരവിചാരങ്ങൾ, ആലോചന, ഇതിൻ്റെ ഒക്കെ ആ സെൻറ്ററിനെ, ആ ഇരിപ്പിടത്തെ വിളിക്കുന്ന പേരാണ് ദേഹി. മനസ്സിലായോ? ദേഹം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്നതാണ് ദേഹം, നമ്മളാണ് ദേഹം. ആത്മാവ് മനുഷ്യനിലെ ദൈവാംശമാണ്, ദൈവത്തിൻ്റെ അംശമാണ് ആത്മാവ്. മനസ്സിലായി കാണും. ശരീരം വ്യാഖ്യാനിക്കണ്ടല്ലോ. ദേഹി ഞാൻ പറഞ്ഞു, ആത്മാവ് ദൈവാംശം. പക്ഷെ പ്രശ്നക്കാരൻ ആരാന്നറിയണ്ടേ? ശരീരമാണ് തെറ്റിദ്ധരിക്കുന്ന ഈ ദേഹി ലോകത്തിലേക്ക് തുറന്നു പിടിച്ച പഞ്ചേന്ദ്രിയങ്ങളുടെ മുഴുവൻ കൺട്രോൾ അവൻ്റെ ഇല്ല. കണ്ണും മൂക്കും നാക്കും തൊക്കുമൊക്കെയായുള്ള ബാഹ്യലോകത്തിലെ അറിവുകൾ മുഴുവൻ ശേഖരിച്ച് അവനങ്ങോട്ട് കൊടുത്തിട്ട് ഒരു സജഷൻ ഈ ശരീരത്തിന് കൊടുക്കും. ഇതാ ഇങ്ങനെ ചെയ്യുക. ശരീരം ഇതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പം ആത്മാവ് മനസാക്ഷിയോട് ഇടപെട്ട് പറയും, അരുത്, ചെയ്യരുത്, പറയരുത്, പാടില്ല. അപ്പം ശരീരം അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആത്മാവിടപെട്ട് വിലക്കുമ്പോൾ ദേഹി വീണ്ടും ശക്തിപ്പെടുത്തി പറയും, ചെയ്യ്, ചെയ്യ്, ചെയ്യ്. ഒടുക്കം ശരീരം അതിന് വിധേയനാകുമ്പോൾ നമ്മൾ തെറ്റുകാരായി. ഇവിടെ കിട്ടിയോ? ശിക്ഷ കിട്ടുന്നത് പക്ഷേ ശരീരത്തിനാ. കോടതി 12 വർഷം ജീവപര്യന്തമൊക്കെ ശിക്ഷിച്ചാൽ കിടക്കേണ്ടത് ആത്മാവല്ല, ശരീരമാണ്. ശരീരം സുപ്രധാനമാണ്. അതുകൊണ്ടേ നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ശരീരം പോയി തിന്മ ചെയ്യുന്നു. ശരീരം ഒരുതരം ഗുണ്ടാപ്പണി പോലാന്ന്. ഈ ദേഹി പറഞ്ഞു കൊടുക്കുന്ന കാര്യം കയറി അങ്ങ് ചെയ്യുക. ഒരു ഗുണ്ടയ്ക്കും ഇന്നൊരു അറിയത്തില്ല അവൻ എന്തിനാ കൊല്ലുന്നൊരു പിടി അവന് കിട്ടിയിട്ടില്ല. ഒരാക്രമിക്കും പിടികിട്ടിട്ടില്ല. എന്തിനാണ് മറ്റൊരുത്തനെ ആക്രമിക്കുന്നത്? ആ വാങ്ങിയ പണം കൊണ്ടുവന്ന് അന്യനെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ബാഹ്യലോകത്തുനിന്ന് ശേഖരിക്കുന്ന ആ ചിന്തകൾ, പ്രചോദനങ്ങൾ കൊണ്ട് ശരീരത്തിന് കൊടുത്തിട്ട് ശരീരം മലീമസമാകുമ്പോൾ ജഡം, മനുഷ്യൻ ജഡം തന്നെയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ പരിമിതിയെ വിശദീകരിക്കുന്നത് ബൈബിള്. ഇതൊക്കെ ഗ്രഹിച്ചിട്ട് ഗ്രീക്ക് ചിന്തകന്മാർ പറയാ, ബോഡി ഈസ് ഈവിൾ or the matter is evil. ബോഡി അതിൽ തന്നെ തിന്മയാണ്, ശരീരം അതിൽ തന്നെ തിന്മയാണ്, but the spirit is good. ഇത് പറയാൻ തുടങ്ങി. ഈ ചിന്തയ്ക്ക് ഇത് പറഞ്ഞ് പഠിപ്പിച്ച ആ ചിന്തയ്ക്കൊരു പേര് പറയും നോസ്റ്റിസിസം അഥവാ ജ്ഞാനമതം. അങ്ങനെ മതം ഉണ്ടെന്ന്, ജ്ഞാനമതം. പിടി കിട്ടിയോ? ഗ്രീക്കിലെ ജ്ഞാനമത ചിന്തകന്മാർ പഠിപ്പിച്ച കാര്യമാണ് ഈ ശരീരം കൊള്ളില്ല, ആത്മാവാണ് കൊള്ളാവുന്നത്. അതുകൊണ്ട് ഇവർ പറഞ്ഞു പഠിപ്പിച്ചു, ആത്മാവിനാണ് പ്രാധാന്യം, ശരീരത്തിനല്ല. നിങ്ങളെന്താ പറയുന്നു? ആത്മാവിനാണോ പ്രധാനം, ശരീരത്തിനാണോ? ഞാൻ പറയും ആത്മാവിന് പ്രാധാന്യമുണ്ട്, ശരീരത്തിനും പ്രാധാന്യമുണ്ട്. എക്സാമ്പിൾ, എന്നോടിവിടെ യോഗത്തിൽ പങ്കെടുക്കാൻ ബഹുമാനപ്പെട്ട ഷിബിൻ പാസ്റ്റർ ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു തന്നു, വരേണ്ട വഴിയൊക്കെ ഇട്ടു തന്നു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ചെന്നോ അവിടെ? ഞാൻ പറയാം, മോനെ ഞാനിപ്പോഴേ ചെങ്ങന്നൂർ നിൽക്കുന്നു, പക്ഷെ പേടിക്കണ്ട, എൻ്റെ ആത്മാവ് 1 മണിക്കൂർ മുമ്പ് അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? ഞാനൊരു 10 മണിയോടെ അവിടെ എത്തും, ആത്മാവ് നേരത്തെ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? നിങ്ങൾ സമ്മതിക്കോ? ഇല്ലെന്ന്. പോലീസ് അങ്ങോട്ട് വിളിച്ചു, നിങ്ങളിങ്ങോട്ട് വരണം. സാറേ ആത്മാവേ അവിടെ വരത്തുള്ളൂ, ശരീരം അങ്ങോട്ട് വരത്തില്ലെന്ന് പറഞ്ഞാൽ അയാൾ പൊക്കിയെടുത്തുകൊണ്ട് പോകും നമ്മളെ. പിടികിട്ടിയോ? ഇപ്പോൾ ബോഡി ഇമ്പോർട്ടൻ്റ് ആണ്. ലോകം നമ്മളെ അറിയുന്നത് ശരീരത്തിലൂടെയാണ്. നിങ്ങൾ എന്നെ അനിൽ കൊടുത്തോട്ടമെന്ന് വിളിക്കുന്നത് എൻ്റെ ശരീരത്തെ, ആത്മാവിനൊന്നുമല്ല. ഞാൻ നിങ്ങളെ അച്ഛാ, ബ്രദറെ, പാസ്റ്റർ ഇതൊക്കെ വിളിക്കേണ്ട ശരീരത്തെയാണ്, നിങ്ങളെയാണ്.
അപ്പം ശരീരം സുപ്രധാനമാണേ. ആത്മാവും അതിലും പ്രധാനമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ശരീരത്തിൻ്റെ പ്രാധാന്യം വലുതാണ്. അവർ പറഞ്ഞു ബോഡി അതിൽ തന്നെ ഈവിളാണ്, ശരീരം അതിൽ തന്നെ കൊള്ളൂല. അതുകൊണ്ട് അവർ പറയാൻ പോവാ അടുത്ത കേട്ടോ, യേശുക്രിസ്തുവിന് ശരീരം ഉണ്ടായിരുന്നോ? ഒരു ചോദ്യം. ചിന്തമ്മ പറഞ്ഞു, ജീസസിന് ബോഡിയൊന്നുമില്ല, അത് പക്ക ആത്മാവാണ്, ശരീരമേ ഇല്ല, ആത്മാവാണ് യേശു. അവർ വചനം കൂടെ ചേർത്ത് പറയാൻ തുടങ്ങി, ദൈവം ആത്മാവാകുന്നു, ആത്മരൂപിയായ ദൈവത്തിന് ജഡമെടുക്കാനാവില്ല. ശരിയാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ കേട്ടൊരു ചോദിക്കാൻ തുടങ്ങി, അപ്പോൾ ഒരാൾ വന്ന് മറിയയുടെ ഉദരത്തിൽ ഉരുവായല്ലോ, 33 വയസ്സ് വരെ ജീവിച്ചല്ലോ, ക്രൂശിക്കപ്പെട്ടല്ലോ, അടികൊണ്ടല്ലോ, പീഡയേറ്റല്ലോ, നമ്മൾ കണ്ടല്ലോ, തൊട്ടല്ലോ, അനുഭവിച്ചല്ലോ, അത് ശരീരമല്ലേ? ഗ്രീക്ക് ചിന്തകന്മാർ പറയാൻ തുടങ്ങി, അതേ ശരീരമല്ല, പിന്നെ ശരീരം പോലെ ഒന്നുണ്ടെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒന്നായിരുന്നു. നാം കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം, മക്കളെ, ലുട്ടാപ്പി എന്നൊക്കെ പറയില്ലേ, മായാവി എന്ന് പറയില്ലേ. ശരീരമുണ്ടോ? ഇല്ല, പക്ഷെ തോന്നും ഒരു ശരീരം, അല്ലെങ്കിൽ ഫാൻഡം എന്നൊക്കെ പറയില്ലേ. ഒരു ശരീര സങ്കല്പമായിരുന്നു ക്രിസ്തു. ഇത് കേട്ട അനവധി ആളുകൾക്ക് അത് ശരിയാണെന്ന് തോന്നി. അതാണ് നല്ല ദൈവത്തിന് ശരീരം എടുക്കാൻ പറ്റുമോ? പറ്റില്ലെന്ന്. കാരണം ബോഡി അതിൽ തന്നെ ഈവിളാണ്. ചിന്തയിൽ, നിരൂപണത്തിൽ, പ്രവൃത്തിയിൽ പാപം വരുമെങ്കിൽ ഒരു നല്ല ദൈവത്തിന് ശരീരമെടുക്കാനാവില്ല, ഇത് തോന്നലാണ് എന്ന് പഠിപ്പിച്ചു ഗ്രീക്ക് ചിന്തകന്മാർ, ജ്ഞാനമതക്കാർ. അടുത്താണ് കട്ടിങ്. അതുകൊണ്ട് ഇനി മുതൽ ദൈവത്തെ ആരാധിക്കുന്ന ആളുകൾ തങ്ങളുടെ ശരീരങ്ങളെ മുഴുവൻ ത്യജിച്ചിട്ട് ആത്മാവിൽ ജീവിക്കണം. അതെങ്ങനെയാ? പരിത്യാഗം എന്ന് പറഞ്ഞാൽ പരമാവധി ഉപവസിച്ചോണം. അടുത്ത പറയാ, പരമാവധി ത്യാഗം അനുഷ്ഠിക്കണം. കുടുംബജീവിതമൊക്കെ പാടില്ലാത്ത കാര്യങ്ങളാണ്. കല്യാണമേ കഴിക്കാൻ പാടില്ല ഇത്യാദി 100 ഉപദേശങ്ങൾ കൊണ്ട് കൊലോസ്യ സഭ അങ്ങ് വല്ലാതായി. എന്നോടൊരിക്കൊരു സുഹൃത്ത് പറഞ്ഞു, യഥാർത്ഥ ദൈവവേല വിവാഹമൊന്നും കഴിക്കാതെ വിറ്റും വിട്ട് ഇറങ്ങുന്നതാണ്. ഞാൻ നിങ്ങളോട് അവരെപ്പറ്റി അധികം പറയണ്ടല്ലോ. ഞാൻ ചോദിച്ചു, ഇത് കേട്ട് സകല മനുഷ്യർക്കും 1-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഈ ബോധം വന്നെങ്കിൽ ക്രിസ്ത്യാനിറ്റി അന്നേ തീർന്നേനെ. മനസ്സിലായില്ലേ? ക്രിസ്ത്യാനിറ്റി അന്നേ തീർന്നു പോയേനെ. കാരണം മക്കളില്ലെങ്കിൽ പിന്നെ ഈ തലമുറ തുടരുമോ? മനസ്സിലായില്ലേ? പോട്ടെ, എന്തിനാ ഇത്രയും പറഞ്ഞേ? ദാമ്പത്യ ജീവിതത്തെ വിലക്കിയ, വിവാഹത്തെ വിലക്കിയ, ആത്മാവിന് മാത്രം പ്രാധാന്യം കൊടുത്ത പരിത്യാഗത്തിൻ്റെ പഠനം ജ്ഞാനമതത്തിൽ ശക്തിപ്പെട്ടപ്പോൾ ഈ വാർത്ത പൗലോസ് അറിഞ്ഞു. പൗലോസിൻ്റെ കാതിൽ വാർത്ത എത്തിയപ്പോൾ കൊലോസ്യ സഭയെ ഉപദേശത്തിൽ ഉറപ്പിക്കാൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഒരു കാര്യം. ആരാണ് ഈ ക്രിസ്തു? പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ക്രിസ്തു ആരാണെന്ന് ബോധ്യപ്പെടുത്തുക മാത്രമല്ല കൊലോസ്യരെ ചെയ്യേണ്ടത്. തത്വജ്ഞാനമില്ലേ, അത് മനുഷ്യന്റെ സമ്പ്രദായമാണ്. അതിനപ്പുറത്തേക്ക് അതിന് വളർച്ചയില്ല. ജ്ഞാനത്തിൻ്റെ അത്തരം വശീകരണ വാക്കുകൾക്ക് ഒരു പരിധി വിട്ടൊന്നും ചെയ്യാനാവില്ല. അത് വിട്ടിട്ട് ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. ആരാണ് ക്രിസ്തു? ക്രിസ്തു ആരാണെന്നുള്ള അറിവ് വായിച്ചാൽ കിട്ടില്ല, പഠിച്ചാൽ കിട്ടില്ല, ഗവേഷണം ചെയ്താൽ കിട്ടില്ല. അറിവ് ചിലതൊക്കെ കിട്ടിയേക്കാം, അത് പരിമിതമാണ്. പരിമിതമായ അറിവിൻ്റെ അകത്തുകയിൽ നിങ്ങൾ ക്രിസ്തുവിനെ നോക്കുക, നിങ്ങൾക്കൊരു കാഴ്ച കാണാം. ചില കുറവുകളുള്ള ഒരു മനുഷ്യനെയാ ക്രിസ്തുവിൽ കണ്ടത്.
അടിയറ്റവനെ, വിരൂപനായവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ആളുകൾ മുഖം മറച്ചു കളയത്തക്കവണ്ണം കുറവും പരിമിതിയുമുള്ള ഒരു ശരീരം ഈ ക്രൂശിൽ കിടക്കുമ്പോൾ കടന്നു പോകുന്നവരൊക്കെ അവനെ കണ്ട് പരിഹസിച്ചിട്ട് പറയുക, അന്യരെ രക്ഷിച്ചവനെ, അനേകരെ മരണത്തിൽ നിറുപ്പിച്ചവനെ, നീ അന്യരെ രക്ഷിച്ചില്ലെങ്കിലും വേണ്ട, ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറയുമ്പോൾ ആ ക്രൂശിനെ കണ്ട് തിരിച്ചറിഞ്ഞ ഒരു ഒറ്റ ആളുകൾ പറയാ, ഞങ്ങൾ 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 അവന്റെ മഹിമ കണ്ട സാക്ഷികൾ, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ, ഞങ്ങൾ തിരിച്ചറിഞ്ഞ അവന്റെ മഹിമയുടെ ആധിക്യം ആ ക്രൂശിൽ ഉയരുമ്പോൾ പൗലോസ് പറയാ, എനിക്കോ എന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് ഒരു പ്രശംസയായി മാറുന്നു. ഈ ബലഹീനനെ, ക്രൂശിൽ കിടക്കുന്നവനെ, രക്തം ചൊരിയുന്നവനെ കണ്ടിട്ട് അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരൻ, ഞാൻ അവന്റെ മഹിമ കണ്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ കഴിയണമെങ്കിൽ അത് ഗവേഷണം കൊണ്ട് കഴിയുകയില്ല, പഠനം കൊണ്ട് കഴിയുകയില്ല. ഉന്നതമായ ആത്മീക ജീവിതത്തിന്റെ വെളിപ്പാടിലൂടെ ഈ ക്രിസ്തു ആരെന്ന് തിരിച്ചറിയാൻ പറ്റൂ. ആ വെളിപ്പാടുള്ളവരുടെ മാത്രമാണ് ക്രിസ്തു, അവരുടെ സ്വകാര്യ അഭിമാനമാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ് നമുക്ക് ഉലകത്തോട് മുഴുവൻ വിളിച്ചു പറയാം, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അജയ്യമായ നാമം. ആ നാമത്തോട് കിടപിടിക്കുന്ന ഒരു നാമത്തെയും ഉലകം കണ്ടിട്ടില്ലെങ്കിൽ 2000 ആണ്ടായി മനുഷ്യരാശിയെ പുളകം കൊള്ളിക്കുന്ന ആ മഹാനാമത്തിന്റെ ഉടമയെ ഈ രാത്രി ദൈവപ്രവർത്തിക്ക് വേണ്ടി ഉയർത്തിക്കാട്ടി പറയട്ടെ, അവരിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവരിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. ആ ക്രിസ്തു മഹത്വത്തെ ഉയർത്തുന്ന ലേഖനമാണ് കൊലോസ്യ ലേഖനം. ഹല്ലേലൂയ. ഇത് ചെറിയൊരു ലേഖനമാണ് കേട്ടോ. ഞാനിതൊരു ചെറിയ ലേഖനമാണല്ലോ എന്ന് ഓർത്ത് വലിയ പണിയില്ലാതെ ഒരു പഠനം നടത്താൻ നിർത്ത് കുറിപ്പും നോട്ടും ഒക്കെ ഒരു പുസ്തകരചനയിലായിരുന്നു. ഇവിടുത്തെ ഒടുക്കം പരാജയപ്പെട്ട് പിൻവാങ്ങി. കാരണം ഇത് കടൽ പോലെ കിടക്കുക, തീരുന്നില്ല. ഓരോ വാക്കിൻ്റെ ആഴം എത്ര വലുതാണ്. ആ വാക്കുകളൊക്കെ നമ്മെ നോക്കി അമ്പരപ്പിക്കുകയാണ്. അവൻ നമ്മെ വിസ്മയിപ്പിച്ചു. യേശുവിൻ്റെ പ്രവൃത്തി കണ്ട് ഒരിക്കൽ ഒരു പറ്റം ജൂതന്മാർ പറയാ, നീ ഞങ്ങളെ ആശിപ്പിക്കുന്നു, പറയൂ, നീയാണോ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ? അനേകരെ അവൻ ആശിപ്പിച്ചപ്പോൾ നമുക്ക് പറയാം, അവൻ ഞങ്ങൾക്ക് തൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി, സ്നേഹം കൊണ്ട് ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോഴേ പൗലോസ് അത് വ്യക്തമാക്കി തെളിയിച്ചു കൊടുക്കുന്ന ഭാഗമാണിത്. അതിലേക്ക് വരാം. ഇവർ പറഞ്ഞതിൽ കുറേ കാര്യമുണ്ടേ. സർവശക്തനായ സത്യസന്ധനായ ഒരു ദൈവത്തിന് ജഡമെടുക്കാൻ പറ്റുമോ? ഞങ്ങളുടെ സംവാദങ്ങളിലൊക്കെ ചില സുഹൃത്തുക്കൾ ചോദിക്കുന്ന, ദൈവത്തിന് മകനുണ്ടാകുമോ? ദൈവത്തിന് മകനോ? അതിൻ്റെ മകനുണ്ടായി എന്നുള്ളത് മോശപ്പെട്ട കാര്യമാണോ? ഞാൻ പറഞ്ഞു മറുപടി, നമ്മുടെ ദൈവത്തിന് മനുഷ്യനാകാൻ, മനുഷ്യനായി പിറക്കാൻ ഒരു പ്രയാസമില്ല. കാരണം എന്താ? നമ്മുടെ ദൈവം സർവശക്തനായതുകൊണ്ട് മനുഷ്യനാനന്ദപ്പാട് അമീബയാകാൻ പോലും പ്രയാസമില്ല നീ ദൈവത്തിന്. ഗോഡ് ക്യാൻ. നമുക്ക് ദൈവമാകാനാണ് പറ്റാത്തത്. ദൈവത്തിന് മനുഷ്യനാകാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവം സർവശക്തനല്ലെന്ന് വരുന്നു. മനസ്സിലായോ? ദൈവത്തിന് മനുഷ്യനാകാം. നീ എന്തിനായത്? അതിലേക്കൂടി ഞാനൊന്നടുത്ത് വരിക. ശ്രദ്ധിക്കണം. ദൈവം പ്രപഞ്ച സൃഷ്ടാവാണ്. ദൈവത്തെപ്പറ്റി വിശുദ്ധ വേദസ്ഥം പറയുന്നുണ്ടല്ലോ, അവൻ അദൃശ്യനാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ല. വളരെ മനോഹരമായൊരു മലയാള പരിഭാഷ. ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ല. ശരിക്കും എൻ്റെ അർത്ഥം എന്താ അതിൻ്റെ? ഈ ടൈം, സ്പേസ് ആൻഡ് മാറ്റർ, 3 കാര്യങ്ങളുടെ പ്രശ്നമാണ് നമ്മളെല്ലാം ബാധിക്കുന്നത്. മനസ്സിലായില്ല? സ്ഥലം, കാലം, സമയം. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ കുറേ വർഷങ്ങൾക്കപ്പുറത്ത് കുമ്പനാട് വെച്ചാണ് പാസ്റ്റർ സാം വിലങ്ങറെ കണ്ടത്. അദ്ദേഹം തന്നെ കണ്ടു. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെന്ന് കൂട്ടുക, ആ പാടെ ക്ഷീണിച്ചു പോയല്ലോ, എന്തോ പറ്റി? നിങ്ങളോട് ആരെങ്കിലും പഴയ കൂട്ടുകാർ ഈ ക്ഷീണിച്ചു പോയല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷമമൊക്കെ വന്നാലും മൈൻഡ് ചെയ്യണ്ട. ആ മനുഷ്യനെ കൂടെ തിരിച്ചൊന്ന് നോക്കിയാൽ മതി. തലയൊക്കെ നരച്ചല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ പുള്ളിയൊക്കെ ഒരു വിധത്തിലൊന്ന് നോക്കിയാൽ മതി. നമ്മുടെ ആ മനപ്രയാസം അങ്ങ് മാറും. മനസ്സിലായില്ലേ? ഈ പറഞ്ഞവനെ ഒന്ന് നോക്കിയാൽ മതി. എന്താ കാര്യം? അയാൾക്കും പ്രായമായി, ക്ഷീണമായി, ആരെയും കുഴപ്പമില്ല. നമ്മളെ കാലം ബാധിച്ചു.
എവിടാ ജീവിച്ച് ആ സ്ഥലം ബാധിച്ചു, സ്ഥലവും കാലവും ബാധിച്ചു, മാറ്റർ ബാധിച്ചു, പരിസ്ഥിതി ഘടകങ്ങളെല്ലാം ബാധിച്ചു. അങ്ങനല്ലേ? ദൈവത്തെ ഇതെല്ലാം ബാധിക്കുമോ? ബാധിക്കുകയല്ല. ഉദാഹരണം, നമ്മളൊന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ഈ വിലങ്ങര ക്രൂസൈഡിൽ നിൻ്റെ സാന്നിധ്യം ഒന്ന് അറിയിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയാം, മോനെ ഞാനേ ഇപ്പം ന്യൂയോർക്കിലാണ്, 2 ആഴ്ചയായിട്ട് അവിടെ ഉണ്ട്, ഇനി അവിടുന്ന് ദുബൈ വഴി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ നോക്കട്ടെ കൊട്ടാരക്കര കൂടെ ഒന്ന് കയറാവോ? ദൈവം പറയുമോ? ഇല്ല. രാത്രി 12-1 മണിക്കുമൊക്കെ ദൈവത്തിൻ്റെ സന്നിധി എന്ന് പ്രാർത്ഥിക്കുക. ദൈവം പറയാം, കുഞ്ഞെ ഇച്ചിരി ക്ഷീണമാണ്, നാളെ ആട്ടെ സമയം പോലെ നമുക്ക് സംസാരിക്കാം. ദൈവം പറയുമോ? ഇല്ല. കൊട്ടാരക്കരയിലുള്ള ഈ സ്ഥലത്തേക്കും പ്രപഞ്ചത്തിൻ്റെ മറുകരയിലേക്കും ലോകത്തെവിടെയും അതറിഞ്ഞ സംഗീതക്കാരൻ പറയുക, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ദൈവമേ, നീ അറിയാതൊരു വാക്കും എൻ്റെ നാവിന്മേലില്ല. പിന്നെയും പറയാ, ഞാൻ സ്വർഗത്തിൽ കയറിയ, ആ പദം എനിക്ക് ഇഷ്ടപ്പെട്ട. സ്വർഗത്തിൽ കയറിയ നീ അവിടെ വരുമെന്നല്ല, അഡ്വാൻസ്ഡ് ആയിട്ട് നീ അവിടെ ഇരിക്കുന്നു, നീ അവിടെ ഉണ്ട്. എന്തൊരു പ്രയോഗമാണ്! ഞാൻ പാതാളത്തിലേക്ക് പോയെന്ന് കുട്ടിക്കോ, അവിടെയും നിൻ്റെ സാന്നിധ്യം. അടുത്ത പ്രയോഗം പറയാ, നല്ല രസകരമാണ്. അടുത്തത് നല്ല കവിതയാണ്. ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ. കണ്ടില്ലേ, നമ്മുടെ ഐൻസ്റ്റീൻ അല്ലേ പ്രകാശവേഗം. ഐൻസ്റ്റീൻ പ്രകാശവേഗത്തെ പറ്റി പറയുന്നതിന് മുമ്പ് വയൽ പറയാ, ഉഷസിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കരം എന്നെ പിന്തുടരും. ഇതാണ് ദൈവം. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞങ്ങൾ ഈ സർവശക്തനായൊരു ദൈവത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ സന്തോഷം ഇത്ര വലുത്. കാരണം ആ ദൈവത്തിൻ്റെ മനോഹാരിത ഒരു സ്ഥലം കൊണ്ട് ഒതുങ്ങില്ല, ഒരു മേഖല കൊണ്ട് ഒതുങ്ങില്ല, മുഴു പ്രപഞ്ചവും അവൻ്റെ മുമ്പിൽ. അതുകൊണ്ട് ഈ ദൂതന്മാരെ ആരാധിക്കുമ്പോൾ രസകരമായൊരു കാര്യമുണ്ട്. അതിലൊരു പറ്റം ജീവജാലങ്ങൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ത്രാണിയില്ലാതെ അവരുടെ ചിറക് കൊണ്ട് 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു. അടുത്ത പറയാൻ കേൾക്കണം. എന്നിട്ട് അവർ ഒച്ച വെക്കുന്നല്ല, ഒരുത്തനോടൊരുത്തൻ, അവർ തമ്മിൽ പറയുന്ന കാര്യമാണ്. അതാ, ഒരുത്തനോടൊരുത്തൻ പറയുകയാണ്. എന്താ കാര്യം അറിയില്ലേ? ദാണ്ട വരുന്നു മാഷെന്ന് കുട്ടിക്കോ, പ്രിൻസിപ്പൾ വരുമ്പോഴേ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പതുക്കെ പറഞ്ഞു കൊടുക്കുക, ദേ വരുന്നു സാറ്, ദേ വരുന്നു മാഷ് വരുന്നുണ്ടെന്ന് പറയുന്ന പോലെ ഭയഭക്തി. അവർക്ക് അത്രേ പറയാൻ പറ്റൂ. ഇനി വേറൊരു കൂട്ടരുണ്ട്, അവർ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി ഒരു പറ്റം കെരുവുകൾ, ഭഗവത ഇങ്ങനെ കറങ്ങുന്ന ഭൂമി, ആ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുന്ന ചന്ദ്രൻ, അവർ 2 പേരും ചേർന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നു. എങ്ങോട്ട് നോക്കിയാലും ചലനാത്മകമായ ലോകത്തിൻ്റെ ക്രമം കണ്ടിട്ടേ ഈ ദൂതഗണങ്ങൾ പാടുക, മുഴു പ്രപഞ്ചവും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ പറയും, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. ആ വിടവിലൂടെ, ആ ഇടയ്ക്കൂടി മറ്റൊരു ശബ്ദം, മുഴു ലോകവും മുഴു പ്രപഞ്ചവും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊക്കെ ആണെങ്കിലും ഈ മഹാദൈവത്തെ നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയണ്ടേ? ലോകമേ അത് കേൾക്കണേ. ലോകത്ത് ദൈവത്തെ സകല മതങ്ങളും സ്ഥാനപ്പേരിനല്ല വിളിക്കുക. സ്ഥാനപ്പേര്, ഈശ്വരനെന്നോ പരമേശ്വരനെന്നോ ദൈവമെന്നോ സർവശക്തനെന്നോ അല്ലാഹ് എന്നോ ഒക്കെ തങ്ങളുടേതായ നിലയിൽ ദൈവത്തെ വിളിക്കും. ജൂതനാണ് പേര് വിളിക്കാൻ പേടിയാ, യാഹുവേ അവൻ ഭയന്നാ വിളിക്കുന്നത്, അദോനായ് എന്നൊക്കെ വിളിക്കുമ്പോൾ യു നോ ഹൗ വി പീപ്പിൾ ക്രിസ്ത്യൻസ് അഡ്രസ്സിംഗ് ഗാഡ്, only the followers of Christ and his people addressing God as Father. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്ന ഒരൊറ്റ മാർഗം യേശുവിൻ്റെ അനുഗാമികളുടെ മാർഗമാണ്. ഈ പ്രപഞ്ചനാഥൻ നമ്മുടെ പിതാവാണെന്നുള്ള തിരിച്ചറിവ്. ഹല്ലേലൂയ. അവൻ പിതാവായതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വാസത്താൽ അവനെ തൊടാം. വിശ്വാസത്താൽ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തിയല്ല, നമ്മുടെ സകല ലംഘനങ്ങളും നമ്മോട് ക്ഷമിച്ച് ദൈവമക്കളാക്കി നമ്മെ തീർക്കുന്ന അജയ്യമായ ആ ഭാവമാണ് ദൈവത്തിൻ്റെ സവിശേഷത. ഹല്ലേലൂയ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അപ്പോൾ ഈ സർവശക്തനായ ദൈവത്തിന് എന്തിനാണ് അങ്ങനെ മനുഷ്യനാകുന്നത്? അത് പറ്റുമോ? പറ്റും.
അത് പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കാം. സഹോദരി, ലോകത്തിൽ ഈ ശരീരവിശുദ്ധിക്ക്, പരിസര ശുദ്ധിക്ക്, ആത്മീയ വിശുദ്ധിക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തൊരു മനുഷ്യനായിരുന്നു സ്നാപക യോഹന്നാൻ. അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയുടെ തീവ്രതയിൽ നമ്മൾ കൊടുത്ത ഭക്ഷണമൊന്നും അദ്ദേഹം കഴിക്കുന്നില്ല. അത് നാട്ടുകാർ കൊടുത്ത ഭക്ഷണമല്ല കഴിക്കുന്നത്. ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പ്, അരയിൽ തോൽവാർ, നമ്മൾ കൊടുത്ത വസ്ത്രം ധരിക്കുന്നില്ല. ആരോടും കടപ്പെട്ടിരിക്കണ്ട. മനുഷ്യൻ കൊടുക്കുന്ന ഒന്നും കൈപ്പറ്റാതെ സ്വന്തം അധ്വാനിച്ച് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ്, അരയിൽ തോൽവാറ്, വെട്ടുക്കിളിയും കാട്ടുതേനും. വെട്ടുക്കിളി എന്നുള്ളതൊരു പരിഭാഷ പ്രശ്നമാണ്. അപ്പോൾ കിഴങ്ങുകളും പയറും ഒക്കെ കഴിച്ച് അവൻ കാട്ടിൽ ഇങ്ങനെ ജീവിച്ചു പോരുക. അപ്പോൾ ഈ വിശുദ്ധനായ മനുഷ്യൻ്റെ തേജോമുഖമായ മുഖം, അവിടുത്തെ സംഭാഷണത്തിൻ്റെ ഗൗരവം, അദ്ദേഹം പറയുന്ന വസ്തുതകൾ കേട്ട് 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 ഇങ്ങനെ നിൽക്കവേ ഒരു ദിവസം പറയാ, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, കുനിഞ്ഞവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഹല്ലേലൂയ. അത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. ജനങ്ങൾ ഇത് കേട്ടപ്പോൾ ഓർത്തു, ഇതിലും വലിയൊരു വിശുദ്ധൻ വരുന്നു. മനസ്സിലായില്ലേ? ഈ ചില മനുഷ്യരോട് നമ്മൾ ഇടപഴകിയാൽ അവരെ ആ വിശുദ്ധി കാരണം അവർ പൊട്ടിപ്പോകുമെന്ന് തോന്നിപ്പോകും. നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ കൈ തരാത്ത മനുഷ്യരൊക്കെ ഉണ്ടല്ലേ, അവരെ ആ വിശുദ്ധി കാരണം നമുക്കൊന്നും അടുക്കാൻ പറ്റുന്നില്ല. അടുത്തുകൂടാത്ത വിശുദ്ധി വസിക്കുന്ന ഒത്തിരി മനുഷ്യർ നമ്മുടെ സഭയിലും ഉണ്ട്, ലോകത്തുമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ പഠിച്ചൊരു പയ്യൻ ഒരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു, വികാസനെ എനിക്കതിൻ്റെ പുതിയ വെളിപ്പാടുകൾ കിട്ടി. ഞാൻ പറഞ്ഞാട്ടെ, വെള്ള മാത്രമേ ധരിക്കാവൂ. ഞാൻ പറഞ്ഞു നല്ല കാര്യം. മറ്റൊന്ന്, സോപ്പിട്ട് കുളിക്കാൻ പാടില്ല, പാപമാണ്. PS-ൻ്റെ സോപ്പൊക്കെ ഇടുന്ന പാപമാണ്. ഓ അത് ശരി. അടുത്താണ് അല്ലിൻ്റെ സകരം, പേസ്റ്റ് ഇട്ട് പല്ല് തേക്കാൻ പാടില്ല. ഞാനെല്ലാം കേട്ടിട്ട് പറഞ്ഞു, അപ്പോൾ ഭയങ്കര കൃപയാണല്ലോ, കൊള്ളാം. പക്ഷെ ഒരു കാര്യം, ഞങ്ങൾ കൃപയില്ലാത്ത കുറേ മനുഷ്യർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. നീ കുളിക്കാതെയും പല്ല് തേക്കാതെ നീ വഴിക്ക് വരരുത്. നീ ഇതുപോലെ കാണ്ടമാലല്ല കാട്ടിലും പോയി അവിടെ പോയിരുന്നു പ്രാർത്ഥിച്ചു, ആർക്കും വിരോധമില്ല. അങ്ങനെ നമ്മുടെ സഭയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ട്, അവർ പോട്ടെ, ഒരു വിരോധവും നമുക്കില്ല. അങ്ങനെയല്ലേ? വെള്ളക്കോളറുള്ള ഇത്തരം ഷർട്ട് ഇവിടെ വരെ ഇറക്കിയിടുമ്പോൾ കിട്ടുന്ന സംഗതിയല്ല വിശുദ്ധി ആണോ? അല്ലെന്ന്, ഒരിക്കലും അങ്ങനെയല്ലെന്ന്. അതിന് ഞാനൊരു തെളിവ് പറയാവേ, കേൾക്ക്. അങ്ങനെയാണ് ഏറ്റവും വിശുദ്ധിയുള്ളൊരു ജീവി ഈ കൊക്കാണ്. കൊക്ക് ആ കുളത്തിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? നല്ല വെള്ള, മൊത്തം വെള്ളയാണ്. കൊക്കിൻ്റെ ആ പക്വത എന്നെ അത്ഭുതപ്പെടുത്തും. ഇത്രയും ശാന്തമായ ജീവിയില്ല. പക്ഷേ മത്സ്യം വരുന്നത് വരെ ഉള്ളൂ കൊക്കിൻ്റെ ആ പക്വത. മീൻ ഇങ്ങോട്ട് വരുവേ ഒരു കൊത്തൊരു പിടി, പഴയ പക്വത. മനസ്സിലായില്ലേ? മത്സ്യം വരുന്നത് വരെ ഉള്ളൂ കൊക്കിൻ്റെ മൗനം. മത്സ്യത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു പിടി വെട്ട്. മനസ്സിലായില്ലേ? അത് പോട്ടെ. അപ്പോൾ യോഹന്നാൻ വിശുദ്ധിയുടെ നിറകുടമായി ഇങ്ങനെ ജീവിക്കുമ്പോൾ ആളുകൾ പ്രതീക്ഷിച്ചതു ഇതിലും ആചാരമര്യാദകളിൽ, വേഷവിധാനങ്ങളിൽ, ശബ്ദത്തിൽ, രീതിയിൽ ഒത്തിരി അകലം പാലിക്കുന്നൊരു വിശുദ്ധനെ കാത്തിരിക്കേ യേശു വന്നെങ്ങനെ പാവിയുടെ തോളിൽ കൈയിട്ട് അവൻ്റെ കൂടെ ഭക്ഷണം കഴിച്ച് ഒരു വേശ്യസ്ത്രീയെ കണ്ടപ്പോൾ കുഞ്ഞേന്ന് പറഞ്ഞ് അടുത്തേക്ക് ചേർത്ത് നിർത്തി. കുഷ്ഠരോഗത്തിൻ്റെ വ്രണങ്ങൾ കൊണ്ട് ചീഞ്ഞഴുകുന്ന ശരീരത്തെ സ്വന്തം മാറിലേക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വരുന്നവനെ കണ്ടിട്ട് ഈ വിശുദ്ധനായ യോഹന്നാൻ പറയുക, ഇതാണ് ഞാൻ പറഞ്ഞ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ കുഞ്ഞാടിനോട് ചോദിക്കാം, അശുദ്ധനായ എന്നെ തൊട്ടപ്പോൾ നിന്റെ വിശുദ്ധി പോയില്ലേ? കുഷ്ഠരോഗിയായ എന്നെ തൊട്ടപ്പോൾ ഇതിന്റെ വ്രണങ്ങൾ നിന്നിലേക്ക് അലിഞ്ഞു ചേർന്നില്ലേ? അപ്പോൾ നിനക്കൊന്നും പറ്റിയില്ലേ? ഈ വിശുദ്ധനെയാ ഞങ്ങൾ ഇന്ന് രാത്രി ഉയർത്തിക്കാണിക്കുന്നത്. അവന് തുല്യനായി ഒരുവനുമില്ല, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെപ്പോൾ ആരാധ്യൻ ആരുമില്ല. ഈ മഹാദൈവത്തിനെ കണ്ടിട്ട് വിശുദ്ധ തിരുവെഴുത്ത് പറയുക, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹ രൂപമായി വസിക്കുന്നത്. കൊലോസിയിലെ തത്വജ്ഞാനികൾ രൂപപ്പെടുത്തി വെച്ച കപട ആത്മീയതയ്ക്കപ്പുറത്ത് ഈ ലോകത്തോട് ഇടപഴകുന്ന ക്രിസ്തുവിനെ എടുത്ത് നമ്മുടെ മധ്യയെ അവതരിപ്പിച്ചിട്ട് എന്തിന് ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന ചിന്ത ഇതിൽ അവതരിപ്പിക്കുക. കേൾക്കണേ, ആ കാര്യം ഒരു മിനിറ്റ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു നിർത്താം. നമ്മുടെ പൂർവികനായ ആദം പാപം ചെയ്തു. സത്യത്തിൽ അയാൾക്ക് പാപം ചെയ്യേണ്ട ആവശ്യമുണ്ടായില്ല. ആഹാരം വേണ്ടാത്ത മനുഷ്യനാണെന്ന്. കാരണം എന്താ? സമ്പൂർണ്ണനായൊരു മനുഷ്യനാണെന്ന്. അയാൾക്ക് ആഹാരം വേണ്ട, പക്ഷെ കഴിക്കാം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ അവസ്ഥ ഇതാണ്, ആഹാരമൊന്നും വേണ്ടെന്ന്, പക്ഷെ കഴിക്കാം. എന്തിനാണെന്നറിയണ്ടേ? ചില ആഹാരം വിശപ്പിനാണെങ്കിൽ ചില ആഹാരം വിശപ്പിനല്ല, ടേസ്റ്റിനാണ്. മനസ്സിലായില്ല? പിടികിട്ടിയോ? ഉദാഹരണം പറയും, ഈ കഞ്ഞിയും പയറും
അച്ചാറും പപ്പടവും നല്ല സൂപ്പർ ഫുഡാണ്. ഇതൊക്കെ കഴിക്കാം, നമ്മൾ വീട്ടിലല്ലേ കഴിക്കുന്നത്. പക്ഷെ കല്യാണത്തിനൊന്ന് കൊടുത്തു നോക്കി, സൂപ്പർ കുത്തരി, നല്ല ഒന്നാം തരം സാധനം, ISI മുദ്രയുള്ള പപ്പടം നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞുണ്ടാക്കിച്ച കല്യാണത്തിന് വിളമ്പി അടി. എന്താ കാര്യം? ഇതിന് പറ്റിയ സംഗതി അതല്ല. അതാ പറഞ്ഞ ഫുഡ് ടേസ്റ്റിനുള്ളതുണ്ട്, വിശപ്പിനുള്ളതുണ്ട്. അതാ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഈ കുറ്റം പറയുന്നതിനാ, എടാ ഇത് വൃത്തിക്ക് കൊടുക്കണം, മനുഷ്യന് ടേസ്റ്റിയായിട്ട് കൊടുക്കണം, അതിനായി പറയുന്ന നാട്ടുകാരൻ അല്ലേ. പോട്ടെ, നിങ്ങൾ കണ്ടോ ഈ മരണസ്ഥലത്തൊന്നും ബണ്ണ് കഴിച്ച് ടേബിലെല്ലാം കുറ്റം പറയുമോ? അത് ടേസ്റ്റിനല്ല, ഉഴുന്നോടെ കഴിച്ചു പറയും എന്തൊരു വടയായിരുന്നു. ശരി, അപ്പോൾ വീട്ടിൽ അച്ചായൻ പറയും അപ്പോട്ടെ, ഇനിയൊരു അവസരം വരുമല്ലോ, ഇനി നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ ചാൻസസ് ഉണ്ടല്ലോ, നമുക്കതൊക്കെ മെയിൻറ്റെയിൻ. അങ്ങനെ ഉണ്ടോ? ഒന്നുമില്ല. കാരണം അതെന്തിനുള്ള വിശപ്പ്, ഒന്ന് പരവേശം അടങ്ങാൻ. ആദമിനെ വിശക്കാത്തവനാന്ന്, ഈ പഴവും തിന്നേണ്ട ഗതികേടില്ല. അയാളിത് കഴിച്ചു, ഭാര്യ കൊണ്ട് കൊടുത്തു, കഴിച്ചു, കണ്ണു തുറന്നു, ലംഘനം ചെയ്തു. അപ്പോൾ എല്ലാം തികഞ്ഞവൻ, പറുദീസയുടെ മനോഹാരിതയിൽ ഭക്ഷണം വേണ്ടാത്തവനെ, തേജസ്സുള്ള ശരീരമുള്ളവനെ ചെറുത്തു തോൽപ്പിച്ചവൻ 40 ദിവസം ഉപവാസം കഴിഞ്ഞ് മരുഭൂമിയിലിരിക്കുന്ന ഒടുക്കത്തെ ആദവിൻ്റെ അടുത്ത് വന്നപ്പോൾ മനസ്സിലായി പണി എളുപ്പമാണ്. കാരണം വിശപ്പുണ്ട്, മരുഭൂമിയിലിരിക്കുക, ആഹാരം കഴിച്ചു പോകും. ഇവൻ അഡ്വാൻസ്ഡായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് യേശുവിനോടൊരു വാക്കേ, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനെങ്കിൽ. യേശുവിൻ്റെ മറുപടി കേൾക്കണം, അവൻ്റെ ചങ്കയിൽ കുത്തുന്ന പോലെ പറയാ, നീ എന്താ പറഞ്ഞ ദൈവപുത്രനെങ്കിലോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഈ വചനം കൊണ്ട് ഇന്ന് രാത്രി എല്ലാ പ്രലോഭനങ്ങൾക്കും തടയിടാൻ, ഈ വചനം കൊണ്ട് ചെറുത്ത് നിൽക്കാൻ, ഈ വചനം ഒരു ഇമ്മ്യൂണിറ്റി തരട്ടെ, ഈ വചനം ശരീരത്തിലൊരു പ്രതിരോധം സൃഷ്ടിക്കട്ടെ. രോഗത്തിൻ്റെ മീതെ, പൈശാചിക ബന്ധനത്തിൻ്റെ മീതെ, ഇരുട്ടിൻ്റെ മീതെ, ഞെരുക്കങ്ങളുടെ മീതെ തകർക്കാൻ ഒരുമ്പെടുന്ന സാത്താന്യ പോരുകൾക്ക് നേരെ നമുക്ക് പറയാം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അങ്ങനെ രോഗാതുരമായ ആ ശരീരം ധരിച്ച് ഒടുക്കത്തെ ആദം ആ ശരീരത്തിൽ അടിയറ്റ്, ആ ശരീരത്തിൽ പീഡയറ്റ്, ആ ശരീരത്തിൽ മരിച്ച്, ആ ശരീരത്തിൽ അടക്കപ്പെട്ട്, ആ ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഒരു കാര്യം തെളിയിച്ചു. യാഗമായി സ്വന്തം ശരീരത്തെ അർപ്പണം ചെയ്തിട്ട് ജയമെടുത്ത ദൈവകുഞ്ഞാടിനെ കണ്ട് സ്വർഗത്തിലെ ഗായക സംഘവും അത്യുത്സാഹത്തോടെ പാടുക, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്കി വാങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ ചൈതന്യം യേശുവിൻ്റെ ക്രൂശ് മരണമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രൂശിൽ മരിക്കണമെങ്കിൽ യേശു ജഡമെടുക്കണം. ജഡമെടുക്കണമെങ്കിൽ അവൻ കന്യകയിൽ ജനിക്കണം. അല്ലയോ കൊലോസ്യരെ, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ തെറ്റിക്കരുത്. ജഡമെടുത്ത്, ശരീരമെടുത്ത് ഇഹലോകത്തിലേക്ക് വന്ന് നമ്മോട് വിധേയപ്പെട്ടത് കൊണ്ടാണ് ക്രൂശിന് അർത്ഥം വന്നത്. ആ ക്രൂശാണ് നമ്മുടെ രക്ഷയ്ക്ക് ആധാരം. അതുകൊണ്ട് നമ്മൾ നിത്യതയിൽ ചെന്നാലും യേശുവിൻ്റെ ആ ക്രൂശിലെ മുറിവല്ല ആ ശരീരത്ത് കാണാമെന്ന്. സ്വർഗത്തിൽ ചെന്നാൽ ഈ മുറിവുണ്ടെന്ന്. എന്താ കാര്യം? പറയാം, ഈ മുറിവേ ഒരയോഗ്യതയല്ല, അത് ജയമേറ്റതിൻ്റെ തെളിവാണ്. സ്തോത്രം. ഒരു സൈനിക മേധാവിയുടെ ശരീരത്തിൽ മുറിവുണ്ടെങ്കിൽ ഓർക്കണം, അവൻ പാകിസ്ഥാനെ ചെറുത്ത് തോൽപ്പിച്ച് ആ വെടിയുണ്ട ഭയപ്പെടാതെ, വാളിനോട് ഭയപ്പെടാതെ, ഏറ്റ മുറിവ് കാണുമ്പോൾ 110 കോടി ഇന്ത്യക്കാരന് അഭിമാനം വരുമെങ്കിൽ സ്വർഗത്തിൽ അറുക്കപ്പെട്ടവനെ കാണുമ്പോൾ ഭക്തൻ അവനെ കണ്ടിട്ട് വിളിച്ചു പറയും, അറുക്കപ്പെട്ട കുഞ്ഞാടേ, നിനക്ക് മഹത്വം, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ വിലക്കി വാങ്ങി. ആ മുറിവാണ് നമ്മളെ സ്വർഗത്തിലെത്തിച്ചത്. അതിനാ തോമാസിലേക്ക് ഉയർത്തിരുന്ന ശേഷം കാണിച്ചത്, എൻ്റെ ഐഡൻറ്റിറ്റിയാ കുഞ്ഞെ, ഇത് വാ, വന്ന് കണ്ടോ, ഞാനാ ഇത്. അവൻ അറുക്കപ്പെടണമെങ്കിൽ, മുറിവേൽക്കണമെങ്കിൽ ഈ ശരീരം ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനൊരുവൻ, അനേകർക്ക് വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ആ ധന്യനായ ദൈവപുത്രനിൽ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി അടങ്ങിയിരിക്കൊണ്ട് നമുക്കവൻ്റെ അനുഗാമികളായി വിശ്വാസത്താൽ ആ ശരീരത്തെ സ്പർശിക്കാം. ആ ശരീരം ഇന്ന് രാത്രി രോഗശാന്തിയാകട്ടെ, വിടുതലാകട്ടെ, ദൈവകൃപയാകട്ടെ, സകല തകർച്ചയ്ക്കും അതിജീവനമാകട്ടെ, ചോദ്യങ്ങൾക്ക് ഉത്തരമാകട്ടെ. നമുക്ക് ആ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാൻ സർവശക്തൻ കരുണ കാണിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഉപസംഹരിക്കുന്നു. തിരുനാമം മഹത്വമെടുക്കട്ടെ. ആമേൻ.